ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു കൺസിസ്റ്റൻസി ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 20 ദിവസത്തെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് എന്നാണ് അപ്ലോഡ് ആക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ ഞാനൊരു 6:20 എണീച്ചു. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയൊരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലെ പണികളൊക്കെ ഓൾമോസ്റ്റ് തീർത്ത് വെച്ചു. ഫുള്ളായിട്ട് തീർത്തില്ല കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം എന്താ തീർക്കാത്തത് എന്ന്. അപ്പോൾ അതിനുശേഷം ഒരു 10 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10:02 എന്തോ ആയി. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ട്രിപ്റ്റേണിലാണ് ഓൺലൈൻ കോച്ചിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അത് ലൈവ് ക്ലാസ് ആയിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടോപ്പിക് എന്ന് പറഞ്ഞത് കഥകളിയായിരുന്നു കേട്ടോ ടോപ്പിക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് മേലെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോട്ടൊന്നും ആ സമയത്ത് എഴുതില്ല കേട്ടോ. കാരണം ലൈവ് ക്ലാസ്സിൽ നോട്ട് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പോസ് ചെയ്ത് എഴുതണം നോട്ട് എഴുതുമ്പോൾ. അപ്പൊ ഞാൻ ആ സമയത്ത് നോട്ട് എഴുതില്ല. ബട്ട് പ്രിന്റബിൾ നോട്ട് കിട്ടണത് കൊണ്ട് ഞാൻ പരമാവധി നോട്ട് എഴുതൽ ഇപ്പൊ കുറയ്ക്കുകയാണ്. മാക്സിമം പഠിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ട് നോട്ട് എഴുതുന്നത് കുറയ്ക്കുകയാണ് ചെയ്യണത്. ലൈവ് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. കാരണം ഈ ഒരു ടോപ്പിക് പെൻഡിങ് വന്നാൽ പിന്നെ അതിന് ശേഷം ഞാൻ ലൈവ് കാണില്ല. ഇതിപ്പോ കണ്ടിന്യൂഷൻ ഉള്ളതുകൊണ്ട് ഈ സാറിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ ലൈവ് ക്ലാസ് കാണുകയാണ്. കഥകളിയായിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ആദ്യമേ വൃത്തിയാക്കണം. ടു ഡു ലിസ്റ്റും എഴുതി വെക്കണം കേട്ടോ. നമ്മൾ ഇന്ന് എത്ര ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണിക്കാം. കുറെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അതാ ഒരു എപ്പോഴും ഇത് ശീലമില്ലല്ലോ നമുക്ക്. പഠിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ശീലം ഞാൻ ഇങ്ങനെ ഒരു ഡേ മൈ ലൈഫ് പോലെ ചെയ്തിട്ടില്ല മുന്നേ. അപ്പോൾ അത് വിട്ടുപോയി. ഓക്കെ, അത് സാരില്ല. പക്ഷെ എല്ലാം ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഒരു മണിക്കൂറിന് മേലെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ലൈവ് കാണാൻ അത്ര താല്പര്യമില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. ഞാൻ റെക്കോർഡഡ് ആണ് മാക്സിമം കാണാറുള്ളത്. എന്നിട്ട് അത് 2x ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ അതിനുശേഷം PSC ബുള്ളറ്റിൻ ഞാൻ എപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കാറുണ്ട്. അപ്പോ ജൂൺ വരെ ഉള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ മെയ്യിത്തെയും ഏപ്രിലത്തെയും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് PSC ബുള്ളറ്റിൻ ഞാൻ ഒരു പേജ്, ഈ ഒരു ബാക്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും PSC ബുള്ളറ്റിനിൽ. അപ്പൊ അതിന്റെ ഒരു പേജ് ഞാനൊരു CA അന്നത്തെ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു 4 ടോപ്പിക് എങ്കിലും എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടും ഇത്രയും ടൈം എനിക്ക് ഇരിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പൊ PSC ബുള്ളറ്റിന്റെ ആ ഒരു CA ഒരു പേജ് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഒരു പേജ് ഞാൻ പിന്നെ മാറ്റി വെച്ചു. 2 പേജ് ഉണ്ടായിരുന്നു. ഒരു പേജ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു പേജ് പെൻഡിങ് വെച്ചു. പിറ്റേ ദിവസം പഠിക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് പെൻഡിങ് വെച്ചു. ഓക്കെ, പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ബ്രേക്ക് ഒക്കെ എടുക്കുന്നുണ്ട്. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. ഓക്കെ, പിന്നെ കിച്ചണിൽ കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു. അത് ഉപ്പേരി വെക്കാനായിരുന്നു. ഞാനൊരു വെണ്ടയ്ക്ക് ഉപ്പേരി, ചോറും കറിയും രാവിലെ വെച്ചതിന് ശേഷം ഉപ്പേരി മാത്രം പെൻഡിങ് വെച്ചു. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പണികൾ ചെയ്യാൻ പോവാം. അതുപോലെ അടിച്ചു വാരി വെച്ച് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ ഓരോ റൂമും ഓരോ പോലെ തുടയ്ക്കും. ഓരോ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അത് ടോപ്പിക് പഠിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ബ്രേക്ക് എടുക്കുക. ഇതിപ്പോ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടില്, അതുകൊണ്ട് എനിക്കിത് നടക്കും. പക്ഷെ പലർക്കും ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അതിൽ മദറിലോ ഫാദറിലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊന്നും ഇത് പറ്റിണ്ടാവില്ല. രാവിലെ തന്നെ ചിലപ്പോൾ എല്ലാ പണികളും ചെയ്തു വെക്കണം എന്നൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും ഇത് പറ്റില്ല. എനിക്കിങ്ങനെ പറ്റുന്നോണ്ടാണ് ഞാൻ ചെയ്തു വെക്കണത്. മാക്സിമം പറ്റുന്നവർ ഇങ്ങനെ ചെയ്യാം. അതുപോലെ തുണികൾ മടക്കാണെങ്കിൽ എന്ത് ചെയ്യാം, കട്ടില് നമ്മള് ബെഡിൽ ഇട്ട് വെക്കുക. അപ്പൊ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അത് മടക്കി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. യൂസ്ഫുൾ. നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഈ ഫോണിൽ നോക്കണതിന് പകരം ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയും കഴിയും. നമ്മൾ ഈ ഫോണിൽ അധികം ഇരിക്കൂല. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഫുഡ് കഴിക്കണമെന്നൊക്കെ എടുക്കാൻ മറന്നു. അതിന് ശേഷം 3:30 കേട്ടോ. ഞാൻ 3:30 ശേഷമാണ് പഠിക്കാൻ സ്റ്റാർട്ട് ആക്കിയത്. പിന്നെ ഫുഡ് കഴിക്കാൻ ആള് 2 മണിക്കാണ് വരിക. അപ്പൊ 2 to 3 മണി വരെ ആളോട് തന്നെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്തായാലും പഠിക്കാൻ ഇരിക്കാൻ ആവും. അത് ഷുവറാണ്, എന്തായാലും ആവും. അതിനുശേഷം പിന്നെ ഞാൻ മാത്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലൈവ് കാണാൻ പറ്റാത്ത പെൻഡിങ് ഉള്ള കുറെ ടോപ്പിക് ഉണ്ട്. അപ്പൊ ഇതുപോലെ റെക്കോർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കും.
എന്നിട്ട് അത് ഞാൻ 2x ഇട്ട് കാണുക ചെയ്യുക. അതുപോലെ നോട്ട്സും പ്രിന്റ് എടുക്കാനുള്ളതും ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. വേണ്ടപ്പോൾ പ്രിന്റ് പോയി എടുത്തിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ നമ്പേഴ്സ് ആണ് മാത്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്പേഴ്സ് സെക്കൻഡ് ക്ലാസ് ആവാനാണ് ചാൻസ്. അപ്പൊ അത് ഞാൻ കാണാനുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഡേയിൽ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ടോപ്പിക്ക് സെക്കൻഡ് ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് തീർത്തിട്ടുണ്ട്. മാത്സ് ഞാൻ ഇതേപോലെ ഒരു പേപ്പറിലാണ് ചെയ്യാറുള്ളത്. എപ്പോഴും പറയാറുണ്ട്, മാത്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നോട്ട്സ് എനിക്കില്ല. ഞാൻ അങ്ങനെ മാത്സ് അത് അങ്ങനെ എനിക്ക് ഇക്വേഷൻസും കാര്യങ്ങളും ഞാനിങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ടാബിന്റെ ബാക്കിൽ ഒരു നമ്മുടെ സ്റ്റിക്കി നോട്ടില്ലേ, അതിൽ എനിക്ക് വേണ്ടപ്പെട്ട ഇക്വേഷൻസും അതിന് വേണ്ടിയിട്ട് കുഞ്ഞു നോട്ട് എൻ്റെ കയ്യിൽ. കുഞ്ഞു നോട്ട് പറഞ്ഞാൽ നമ്മൾ 5 രൂപ 10 രൂപയുടെ നോട്ടില്ല, അതിന് വേണ്ടി മാത്രം ഇക്വേഷൻസ് എഴുതാൻ. പിന്നെയൊക്കെ ഞാൻ പണ്ട് തൊട്ടേ ജെറിൻ സാറിന്റെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ് മാത്സ് പഠിച്ചുകൊണ്ടിരുന്നുണ്ടെന്ന്. ഇപ്പോഴും സാറിന്റെ ക്ലാസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അന്നും ഇന്നും സാറിന്റെ ക്ലാസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ എനിക്ക് മാത്സിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് കണ്ട് ആ ബേസ് ഞാൻ പിടിച്ചെടുത്തു. ഓക്കെ, അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ. നമ്പേഴ്സ് ആയിരുന്നു ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു മാത്സ് ചെയ്യാന്ന്. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമല്ലോ, പക്ഷെ നമ്മൾ ഉറങ്ങരുത്, നമ്മൾ പഠിക്കണം. അപ്പോൾ ഉറങ്ങാൻ നിന്നില്ല. പക്ഷെ ഒന്നാമത് ഞാൻ ഉറങ്ങാറില്ല, രാത്രി ഉറങ്ങില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് നന്നായി ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ആണല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 2 മണിക്കൂറിന് മേലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഇതിന് മുന്നേ. കാരണം എനിക്ക് ഇഗ്നോയിലെ എക്സാം ഉണ്ടായിരുന്നു ഡിഗ്രീന്റെ. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ ചാലഞ്ച് വെച്ചത് കൊണ്ടും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വെറുതെ ആവില്ലേ. അപ്പൊ ഞാൻ ഉറങ്ങാൻ നിന്നില്ല. നമുക്ക് ഉറക്കം വരും. പിന്നെ അതുപോലെ ഞാനിപ്പോ ഇവിടെ ഫ്ലാറ്റിലാണ് ഇരിക്കണത്. അപ്പൊ നിങ്ങൾക്ക് അപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ചു നേരം സംസാരിക്കുക, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് പഠിക്കുക. വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകം ഉണ്ടാവും, അവർക്ക് ബേബീസ് ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ ടൈം കുറച്ചേ കിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ ഓരോരോ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ പണി ചെയ്യാൻ പോകാറുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ പണി നടക്കും, നമുക്ക് വീടും വൃത്തിയാവും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ SCRT ചാപ്റ്റർ ഉണ്ട്, അതാണ് പഠിച്ചത്. ചാപ്റ്റർ ഈ സോഷ്യൽ, എനിക്ക് തോന്നുന്നു സോഷ്യലാണ്. ഇന്ന് ഞാൻ വേറെ പഠിച്ച് സോഷ്യൽ ആയിരുന്നു. അതിൽ പാർട്ട് 1 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 1 ആയിരുന്നു. ചാപ്റ്ററിന്റെ പേര് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും, അങ്ങനെ എന്തോ ആയിരുന്നു ആ ചാപ്റ്ററിന്റെ പേരുണ്ടായിരുന്നു. SCRT ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം അങ്ങനെ വായിച്ച് പഠിച്ചു പോവാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ക്ലാസ്സിലും SCRT ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും നമ്മുടെ രീതിക്ക്, നമ്മുടെ ഒരു എഫേർട്ട് എക്സ്ട്രാ എടുക്കുക എന്നുള്ള രീതിക്ക് ഞാൻ എപ്പോഴും ബുക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെ പഠിച്ചു പോവുക ചെയ്യാറ്. ഞാൻ PSC പള്ളിക്കൂടാണ് ബുക്ക് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ട്. സയൻസ് ആണെച്ചാലും സോഷ്യൽ ആണെച്ചാലും PSC ബുള്ളറ്റിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ ഒരു 4-5 പേജ്, 4 പേജാണ് ഇപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത്. അതന്നെ റിവിഷൻ ചെയ്യണമല്ലോ, നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ ഒരു 4 പേജ് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതവിടെ വെച്ചു. പിന്നെ എനിക്ക് ബാൽക്കണിയിൽ മഴ പെയ്തിട്ട് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് എപ്പോഴും ബാൽക്കണിയിൽ മഴ പെയ്താൽ വെള്ളം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നല്ല മഴയും ഇടിയൊക്കെയാണ്. അപ്പോ ഈ ഒരു വെള്ളം നമുക്ക് ഈ തുണിയൊക്കെ തോരിടണമെങ്കിൽ ബാൽക്കണിയിൽ ഇടണം. അപ്പൊ ഞാനത് ജസ്റ്റ് ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. കുറച്ച് ഒരു 5 മിനിറ്റ്, ഒരു 8 മിനിറ്റ് മാക്സിമം അവിടെ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതിനുശേഷം എനിക്ക് ചായ വെക്കണമായിരുന്നു. ചായയല്ല, കോഫിയാണ്. അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് പണി, ഒരു ക്ഷീണം പോലെ ആയി എനിക്ക്. ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല, കോഫിയാണ് കുടിക്കാറ്. ഇതും ശീലമില്ല, വല്ലപ്പോഴും ആണ്. അപ്പൊ ഇന്ന് കുടിക്കണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ കോഫി വെച്ചു. ചായ എന്നാണ് എപ്പോഴും വരുന്നത്. കോഫി വെച്ചു. ഞാൻ ബാൽക്കണി തന്നെ പോയി നിന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കോഫി കുടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അടുക്കളയിൽ നാളേക്ക് വേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പണി ഉണ്ടായിരുന്നു. എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് അരയ്ക്കാനുണ്ടായിരുന്നു. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ഇതാണ് എനിക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിക്കണത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിലിടയിൽ കൂടെ ഞാൻ എന്തൊക്കെയോ ടേബിളിൽ വന്നിട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോ ഞാനിങ്ങനെ
ഒരു 2 days ഒരു 3 days മാവ് ഞങ്ങൾക്ക് ഇതിലുണ്ടാവും. 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ അതിലുള്ള മാവ് ഞാൻ അരച്ച് വെക്കും. ഒരു 3-3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അരച്ച് വെക്കുകയാണ് ചെയ്യുക. ഇന്നലെ എങ്ങാണ്ടോ ഇത് അരച്ച് വെച്ചപ്പോ എൻ്റെ മൊത്തം പൊന്തി പോയി, വെളിയിലേക്ക് പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി പോയി. അരച്ച മാവ് പകുതിയോളം വെളിയിൽ പോയി. അപ്പൊ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് അരച്ചുള്ളൂ, കുറച്ച് അളവ് കുറച്ചു. എന്താ പൊന്തി പോയതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ പാത്രത്തിന്റെ മേലെ വരെ നിൽക്കാറുള്ളൂ, പക്ഷെ അത് ഫുള്ള് പോയി കഴിഞ്ഞു. അപ്പൊ പിന്നെ രാവിലെ എണീച്ചപ്പോ ഞാൻ അതാണ് കണ്ടത്, പോയതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു പ്ലേറ്റിൽ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മേലെ വെക്കുകയാണ് ചെയ്തിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അലക്കലും കഴിഞ്ഞു കേട്ടോ. അതും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ച് അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുണികളൊക്കെ ബാൽക്കണിയിൽ കൊണ്ടുവിടുകയും ചെയ്തു. അതും കഴിഞ്ഞു. പിന്നെ ഞാൻ പിന്നെയും വന്ന് പഠിക്കാനിരുന്നു. അപ്പൊ ഞാൻ സൈലത്തില് MEM ബാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ബാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ എടുത്തതാണ്. 10th പ്രിലിംസ് എടുത്തതിന്റെ കൂടെ തന്നെ ഈ ഒരു ബാച്ച് ഞാൻ മലയാളം, ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോഴൊന്നും അറിയില്ലല്ലോ ട്രിക്ടേണിൽ സാർ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും. പക്ഷെ ഞാൻ എടുത്തു നോക്കിയപ്പോ ആപ്പ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അത് മലയാളം വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം വൊക്കാബ്സ്പീഡിയയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു. അത് LDCന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത് ഞാൻ ചെയ്തു നോക്കി. എനിക്ക് 52 ആയിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. മുന്നേ ചെയ്തു നോക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കുറേ വർഷങ്ങൾക്ക്, അത് എക്സാം കഴിഞ്ഞ് ആ ഒരു 2023 24 എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ വേണം വെച്ചിട്ട് കുറെ എണ്ണൊക്കെ തെറ്റിച്ചു. അതാണ് ഉണ്ടായത്. ശരി, കുഴപ്പമില്ല. ഞാൻ OMR ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ OMR ഷീറ്റ് എവിടെയാണ് വെച്ചിരിക്കണെന്ന് ഓർമ്മയില്ല. നാട്ടിൽ പോയി വന്നതിന് ശേഷം എല്ലാ സാധനങ്ങളും എവിടെ വെച്ച് എവിടെയാണുള്ളതെന്നൊന്നും ഓർമ്മയില്ല. അപ്പോ ഇപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നതിന് ശേഷം വേണം, നാളെ മറ്റന്നായിട്ട് അത് കയ്യിൽ കിട്ടും. അതിന് ശേഷമായിരിക്കും ഇനിയിപ്പോ OMR ചെയ്യലുണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു ടൈമർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ട്. ഇത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടും പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 17-20 മിനിറ്റിനുള്ളിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് തീർത്തെടുത്തു. കാരണം ഞാൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നില്ല. 1 വേർഡ് പോലെയുള്ളതാണ് ചെയ്യുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാ പറഞ്ഞിട്ടാണ്. പക്ഷെ എല്ലാം അറ്റൻഡ് ചെയ്യണം. പക്ഷെ എനിക്ക് അറിയാവുന്നത് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടു കേട്ടോ. അങ്ങനെ വിട്ടു. വായിച്ചു നോക്കാൻ എനിക്ക് എന്തോ ആ ഒരു സമയത്ത് മടി പിടിച്ചു. പിന്നെ ഈവനിങ് അല്ല, നൈറ്റ് ആവാനായി. രാത്രിത്തെ ചെറിയ പരിപാടി, ദോശ ഉണ്ടാക്കണം. അതേ അരച്ച മാവിൽ ഞാൻ രാത്രി ദോശ ചുട്ടു കേട്ടോ. ദോശ ചുട്ടു. പിന്നെ അതിനുള്ള ഒരു തക്കാളി ചട്നി പോലെ ഒരു ചമ്മന്തിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും പറയാം, അതും ഉണ്ടാക്കി വെച്ചു. ഹസ്ബൻഡ് ഒരു 8-10 ആ ഒരു സമയത്തൊക്കെ വരും. പിന്നെ അന്നത്തെ ദിവസം ആള് സ്പൈഡർമാൻ കാണാൻ പോയി. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ ഞാനിത് എന്നാ എടുത്തെന്ന്. സ്പൈഡർമാൻ കാണാൻ പോയി. അപ്പൊ എനിക്ക് രാത്രി കുറച്ചും കൂടെ പഠിക്കാതിരുന്നാലോ എന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ജോഗ്രഫി ആയിരുന്നു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നമുക്ക് 1.5ഉം 1.75ഉം 2x 2.75 ഇതിലിട്ട് കാണാം. ഓക്കെ, അപ്പോ അത് ശിലകളായിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്. ശിലകള് ഫസ്റ്റ് ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അത് കണ്ടിന്യൂഷൻ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ശിലകൾ കണ്ടു. ഞാൻ അപ്പോൾ ഒരു ചെറിയ പേപ്പറിൽ ജോഗ്രഫി എനിക്ക് നോട്ട് എഴുതണം. നോട്ട് ഞാൻ സെപ്പറേറ്റ് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വേണ്ട ടോപ്പിക് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ എഴുതണം എന്നുള്ളത് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നോട്ട്സ് എനിക്ക് വൃത്തിക്ക് എഴുതുകയും വേണം. അപ്പൊ ഞാൻ ഈ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഉള്ളൂ. ഏതൊക്കെ പോർഷൻ ആണ് എഴുതേണ്ടതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ ഒരു 9:50 ആ ഒരു സംതിങ് ആയി. വീണ്ടും ഞാൻ പഠിക്കാൻ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ പഠിച്ചേ? അതിനുശേഷം ഏകദേശം ഈ ഒരു 3:30, അത് 4ന്റെ മേലെ ആയിട്ടുണ്ടാവും കേട്ടോ. കുറെയൊക്കെ ഞാൻ ആ ടൈമർ ഓൺ ആക്കാനൊക്കെ മറന്നു, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട്. പിന്നെ ഞാൻ റാങ്ക് ഫയൽ ആദ്യം നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ റാങ്ക് ഫയൽ ഒരു 5 പേജ് പഠിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി നൈറ്റ് അവസാനം അതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 4:40 വരെ സമയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും ഒരു ഫസ്റ്റ് ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ട്. 5 മണിക്കൂർ കണക്ക് കൂട്ടാം മൊത്തത്തില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും പറ്റണ അത്ര ഓരോ ദിവസം പഠിച്ചു പോവുക. ഇന്ന് പഠിച്ചത് നാളെ പഠിക്കാതിരിക്കരുത്, പിന്നെ മറ്റന്നാൾ പഠിക്കുക. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ നോക്കുക. രാവിലെ നേരത്തെ എണീക്കുക.
പറ്റുകയാണെങ്കിൽ 4-4:30 എണീക്കുക. ഞാനിപ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ വ്ളോഗ് ഇടാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാം. പറ്റണ ദിവസം പറ്റണ പോലേക്ക് ഇരിക്കും കേട്ടോ. എഡിറ്റിങ്ങിനും കുറച്ച് സമയം പാടില്ല. അന്നത്തെ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഷോർട്ട് ആക്കിയിട്ടായിരിക്കും നമ്മുടെ 20 ദിവസത്തെ വീഡിയോസ് ഇടേണ്ടാവുക. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. അപ്പൊ ഇതുവരെ കണ്ടവരാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ റീസെന്റ് ആയിട്ട് സൈലോവും ട്രിക്ടേണും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ഏതാണ് ബെറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ബൈ ബൈ.